ഞാനിങ്ങനെ ആംബുലൻസിലിങ്ങനെ പോയിട്ട് തിരിച്ച് വരുമ്പോൾ ഒരു ശ്മശാനത്തിൻ്റെ ഉള്ളിൽ കൂടെ പറഞ്ഞായിരുന്നു. പെട്ടെന്ന് അവിടെ എത്തിയപ്പോൾ എനിക്കൊരു പെട്ടെന്നൊരു ഭയം തോന്നി. അതേവരെ തോന്നാത്ത എനിക്ക് ശ്മശാനം കടക്കാൻ പറ്റാതെ ഇങ്ങനെ കൈയും കാലൊക്കെ വിറയ്ക്കുന്ന ഒരു അനുഭവം വന്നു. ആ സമയത്ത് ഞാനിങ്ങനെ അവിടെ കുത്തിയിരുന്ന് ഞാനിങ്ങനെ എന്ത് ചെയ്യും, ഞാനിങ്ങനെ കുറേ നേരം ഇങ്ങനെ പ്രാർത്ഥിച്ചു. ചെറിയൊരു ആക്സിഡൻറ്റിൽ പെട്ടിട്ട് എൻ്റെ ഈ ഷോളെല്ലാം ഇറങ്ങിപ്പോയി. അപ്പം ഞാനിങ്ങനെ രാത്രി ഞാൻ ഇങ്ങനെ ഭയങ്കര വേദന എടുത്തപ്പോൾ ഞാനിങ്ങനെ ഈശോനോട് ഇങ്ങനെ ചോദിച്ചു, ഇത് ഭയങ്കര വേദനയില്ലേ, സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഈശോ കാൽവരിക്കുന്നിൽ കുരിശിൽ ഈശോയുടെ തോളലിൽ ഇരിക്കുന്ന പോലെയാണ് ആണി അടിച്ചത് അവർ. എനിക്ക് ഒരു ശൂന്യത അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു മനസ്സിൽ. കാരണം പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ വിശുദ്ധ കുർബാന കാണാനുള്ള സാഹചര്യം എനിക്കില്ലായിരുന്നു. അതെനിക്ക് തിരിച്ചറിവുണ്ടായി. കാരണം എൻ്റെ ജീവിതത്തിൽ വിശുദ്ധ കുർബാനയാണ് വലുതെന്നുള്ള കാര്യം ഞാൻ തിരിച്ചറിഞ്ഞു. എൻ്റെ പേര് ഷിജു, ഇടവക തോണിച്ചാൽ, ഭാര്യ സിമി, മോൻ്റെ പേര് മാരിയോ ഇമാൻ. ഞാനിപ്പോൾ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ തരുവണയിൽ ജോലി ചെയ്യുന്നു, ഓഫീസ് സ്റ്റാഫായിട്ട്. കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരി രൂപതയിലെ വേനപ്പാറ എന്ന ഇടവകയിലാണ് ഞാൻ ജനിച്ചത്. ഞാനവിടെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് ഇങ്ങനെ കാലുകൾക്ക് സുഖമില്ലാണ്ടാവുകയും ഞാൻ പിന്നെ തുടർന്ന് പഠിക്കാൻ പറ്റാത്ത, നടക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാവുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് MCBS സഭ തോണിച്ചാലിലെ കാരുണ്യനിവാസ് എന്നൊരു സ്ഥാപനം തുടങ്ങുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുനിന്ന് മിഷൻ പ്രവർത്തനത്തിനായിട്ട് മാനന്തവാടിയിലോട്ട് വന്ന ഒരു സിസ്റ്ററുണ്ടായിരുന്നു, സോബിയ. ആ സിസ്റ്ററും ഇവിടുത്തെ അന്നത്തെ ഡയറക്ടർ സുഹൃത്തുക്കളായിരുന്നു. അപ്പോൾ അച്ഛനോട് പറഞ്ഞു, എൻ്റെ വീടിൻ്റെ അടുത്തൊരു കുട്ടിയുണ്ട്, ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് ഞാനിവിടെ എത്തുന്നത്. ഇവിടെ വന്നപ്പോൾ 10-20 ഭിന്നശേഷിക്കാരായ ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. ഈ സ്ഥാപനത്തിൽ വെച്ച് ടൈപ്പ് റൈറ്റിങ്, റേഡിയോ റിപ്പയറിങ്, വാച്ച് റിപ്പയറിങ്, ഇതെല്ലാം ആദ്യത്തെ ഡയറക്ടർ ജോൺ പുത്തമ്പരി അച്ഛനായിരുന്നു MCBSലെ. അച്ഛൻ്റെ കീഴിൽ ഞങ്ങൾ ഒരുപാട് കോഴ്സുകളും ഇതെല്ലാം പഠിപ്പിച്ചു. കരകൗശലങ്ങൾ പഠിപ്പിച്ചു, സംഗീതം പഠിപ്പിച്ചു. വിശുദ്ധ കുർബാന എന്താണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. അന്നു മുതൽ വിശുദ്ധ കുർബാന ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി. രാവിലെ എഴുന്നേൽക്കുക, ജപമാല അർപ്പിക്കുക, തുടർന്ന് വിശുദ്ധ കുർബാന, അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ജീവിതക്രമങ്ങൾ. കാരുണ്യവാസിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ കുറഞ്ഞ കാലഘട്ടം മാനന്തവാടി ടൗണിലൊരു വാച്ച് റിപ്പയറിങ് എൻ്റെ കടയുണ്ടായിരുന്നു. അപ്പോൾ ആ കടയുള്ള സമയത്ത് രാത്രിയിൽ ഓട്ടോറിക്ഷയിലൊരു കൂട്ടുകാരൻ്റെ ഒപ്പം പോയി അങ്ങനെ ഓട്ടോറിക്ഷ പഠിച്ചെടുത്തു, 4 വീലും പഠിച്ചെടുത്ത് ആംബുലൻസ് മേഖലയിലോട്ട് കടന്നു. ഈ ആംബുലൻസിൽ ഇത്രയും രോഗികളെയും പകർച്ചവ്യാധികളുള്ള ആളുകളെയൊക്കെ കൊണ്ടുപോയിട്ടും അതിൽ നിന്നൊരു രോഗമോ അസുഖങ്ങളോ നമുക്ക് വന്നിട്ടില്ല എന്നുള്ളത് ഏറ്റവും വലിയൊരു ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. ഞാനിങ്ങനെ ആംബുലൻസിലിങ്ങനെ പോയിട്ട് തിരിച്ച് വരുമ്പോൾ ഒരു ശ്മശാനത്തിൻ്റെ ഉള്ളിൽ കൂടെ പറഞ്ഞായിരുന്നു. പെട്ടെന്ന് അവിടെ എത്തിയപ്പോൾ എനിക്കൊരു പെട്ടെന്നൊരു ഭയം തോന്നി. അതേവരെ തോന്നാത്ത എനിക്ക് ശ്മശാനം കടക്കാൻ പറ്റാതെ ഇങ്ങനെ കൈയും കാലൊക്കെ വിറയ്ക്കുന്ന ഒരു അനുഭവം വന്നു. ആ സമയത്ത് ഞാനിങ്ങനെ അവിടെ കുത്തിയിരുന്ന് ഞാനിങ്ങനെ എന്ത് ചെയ്യും, ഞാനിങ്ങനെ കുറേ നേരം ഇങ്ങനെ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് അന്നേരം ഒരു ബോധ്യം കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് രാവിലെ ഞാൻ വിശുദ്ധ കുർബാന സ്വീകരിച്ചതാണ്. ഒരു ഈശോനെ സ്വീകരിച്ച ഒരാൾ ഇങ്ങനെ ഒരു ശ്മശാനത്തിന് മുന്നിൽ ഭയപ്പെടുക എന്ന് പറഞ്ഞത് അത് ഈശോനെ കളിയാക്കുന്നതിന് തുല്യമല്ലേ. ആംബുലൻസിൽ ജോലി ചെയ്യുന്ന സമയത്ത് മൊബൈലൊക്കെ ഇറങ്ങിയ സമയത്ത് ഞാൻ ജോസ് പിതാവ് എന്നെ കൂട്ടിയിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയായിരുന്നു. ഒരു ദിവസം എന്നോട് പിതാവ് ചോദിച്ചു, ഷിജുവിന് ഒത്തിരി കഴിവൊക്കെ ഉള്ളതല്ലേ, നല്ല സഭയ്ക്ക് വേണ്ടിയിട്ട് നല്ല നല്ല ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ ചെയ്യത്തില്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാനിങ്ങനെ ആദ്യമൊക്കെ രോഗികളൊക്കെ ആയിട്ട് പോകുന്നത് എല്ലാ കാര്യങ്ങളും പിതാവിന് അറിയാവുന്നതുകൊണ്ട് പിതാവിനോട് പറഞ്ഞ് കുറച്ചും കൂടെ സഭാപരമായിട്ടുള്ള കാര്യമൊക്കെ. അങ്ങനെയാണ് ഞാൻ ലാപ്ടോപ്പ് വാങ്ങുകയും, എനിക്കാണെങ്കിൽ കമ്പ്യൂട്ടറിനെ പറ്റി അങ്ങനെ കാര്യമായിട്ടൊന്നും അറിയത്തില്ല. അപ്പോൾ ഞാനിങ്ങനെ പള്ളിയിൽ പോയിട്ട് എല്ലാ ദിവസവും പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചു, പരിശുദ്ധാത്മാവ് ഇത് പഠിപ്പിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഇതിൻ്റെ ബാലപാഠങ്ങളൊക്കെ പഠിച്ചു. പിന്നെ ഞാൻ നല്ല സ്റ്റാൻഡേർഡായിട്ട് വാർത്തകൾ ചെയ്യാൻ തുടങ്ങി. സഭയുടെ എല്ലാ വാർത്തകളും, സഭാസംബന്ധമായ വാർത്തകളല്ലാണ്ട് ഞാൻ പുറമേയുള്ള വാർത്തകൾ ചെയ്തിട്ടില്ല. എന്നോടെല്ലാവരും ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് പുറമേയുള്ള വാർത്തകൾ ചെയ്യാത്തത് എന്താണെന്ന്. കാരണം എനിക്ക് സഭയോടായിരുന്നു സ്നേഹം, മറ്റുള്ള ഇതിനോടല്ലായിരുന്നു. മറ്റുള്ള വാർത്തകളൊക്കെ ജനങ്ങളിലെത്തിക്കാൻ ഓൾറെഡി ആളുകൾ എത്തിക്കുമ്പോൾ സഭ ഒത്തിരി നല്ല കാര്യങ്ങൾ, പാവപ്പെട്ടവരെ സഹായിക്കുന്നു, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷേ പലരും അത് കണ്ടില്ല എന്ന് നടിക്കുന്നു. പിന്നീട് ആ വാർത്താ ഗ്രൂപ്പ് ഇങ്ങനെ വളർന്ന് ഒത്തിരി ആളുകൾ വായിക്കാനിടയായി. ഞാൻ എന്നും രാവിലെ എല്ലാവർക്കും വചനവും അനുദിന വിശുദ്ധരും
അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും രാവിലെ ഒരു 6 മണിക്കുള്ളിൽ എല്ലാവർക്കും അയച്ചു കൊടുക്കും. എനിക്ക് ഒരു ശൂന്യത അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു മനസ്സിൽ. ഈ വിശുദ്ധ കുർബാന കാണാനുള്ള സാഹചര്യം എനിക്കില്ലായിരുന്നു. അതെനിക്ക് തിരിച്ചറിവുണ്ടായി. കാരണം എൻ്റെ ജീവിതത്തിൽ വിശുദ്ധ കുർബാനയാണ് വലുതെന്നുള്ള കാര്യം ഞാൻ തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിഞ്ഞ കാലം തൊട്ട് എൻ്റെ ജീവിതത്തിൽ എന്ത് കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും ഞാൻ വിശുദ്ധ കുർബാനയിൽ ചെന്ന് പ്രാർത്ഥിച്ചു. അതെനിക്ക് ദൈവം എനിക്ക് തന്നു. നമ്മൾ എന്താണോ നമുക്ക് ആവശ്യമുള്ളത് അത് നമ്മൾ ദൈവത്തോട് പറയുമ്പോൾ ആ വിശുദ്ധ കുർബാനയിലൂടെ ദൈവം നമുക്ക് തരുന്ന ഒരു അനുഗ്രഹമാണ്. ഞങ്ങളിപ്പോൾ സാധാരണ ഇതിൽ ടൂർ പോവുകയോ എന്ത് പോവുകയാണെങ്കിലും നമ്മൾ രാവിലെ വിശുദ്ധ കുർബാന കണ്ട ശേഷം ഞങ്ങൾ പോകാറുള്ളൂ. വളരെ അപൂർവങ്ങളൊക്കെ പ്രത്യേക സാഹചര്യങ്ങളിൽ നമുക്ക് പള്ളിയിൽ പോകാൻ പറ്റാത്തൊരു സാഹചര്യങ്ങളിൽ മാത്രമേ നമ്മൾ വിശുദ്ധ കുർബാന മുടക്കാറുള്ളൂ. അല്ലെങ്കിൽ ഏത് മഴയാണെങ്കിലും തണുപ്പാണെങ്കിലും. അതുതന്നെയാണ് എൻ്റെ കുടുംബത്തെയും കൂട്ടി ഞാൻ ദൈവത്തിന് മുന്നിൽ ബലി അർപ്പിക്കാൻ പോകുന്നതിൻ്റെ കാരണം. എൻ്റെ മോന് ഉണ്ടായിട്ട് 30 ദിവസമായപ്പം തൊട്ട് ഞങ്ങൾ പള്ളിയിൽ പോകുന്നതാണ്. അതിന്നും അതെ, എല്ലാ ദിവസവും വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. മറ്റുള്ള ആഗ്രഹങ്ങളൊക്കെ അതിന് പുറമേ ഉള്ളതാണ്. എൻ്റെ വൈഫ് രാവിലെ 5 മണിക്ക് എണീറ്റ് ഭക്ഷണങ്ങളെല്ലാം പാചകം ചെയ്ത ശേഷമാണ് ഞങ്ങൾ 6 മണിയാകുമ്പോൾ ദേവാലയത്തിലെത്തുന്നത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ആണെങ്കിലും രാവിലെ പള്ളിയിൽ പോകുന്നുണ്ട്. പള്ളിയിലെ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ഞാനാണ് വിൽസെൻ്റ് പോളിൻ്റെ ഇതാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബജീവിതം ഏറ്റവും നല്ലതും സ്നേഹം നിറഞ്ഞതും ആത്മാർത്ഥതയും ഉള്ളത് കൊണ്ടാണ്. പരസ്പര വിശ്വാസവും ബഹുമാനവും ഉള്ളത് കൊണ്ടാണ്. അങ്ങനെ ഒരു കുടുംബജീവിതം നമ്മൾ കെട്ടിപ്പടുത്തുമ്പോൾ മാത്രമേ നമുക്ക് സഭയെ സ്നേഹിക്കാനും സഭയിൽ ശുശ്രൂഷ ചെയ്യാനും പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ സഭയെ സ്നേഹിക്കുന്ന കാര്യത്തിൽ ഈശോയെ സ്നേഹിക്കുന്ന കാര്യത്തിലൊക്കെ നമുക്ക് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റാതെ. ഇല്ല, ഞാനിങ്ങനെയൊക്കെയാണ്, ഇനി ഒരിക്കലും എനിക്ക് സമൂഹത്തിൻ്റെ മുന്നിൽ നാണക്കേട്, ആൾക്കാരെന്ത് എന്ന് വിചാരിക്കുമെന്ന് വിചാരിച്ച് ജീവിക്കുന്നവരോടുണ്ടല്ലോ, അവരാദ്യമായിട്ട് ദൈവത്തെ അറിയണം, ക്രിസ്തുവിൻ്റെ സ്നേഹം അറിയണം. അപ്പോൾ അവർക്ക് അതിൽ നിന്നൊരു ഊർജ്ജം കിട്ടും. വിശുദ്ധ കുർബാന അറിയണം, അപ്പോൾ ഒരു ഊർജ്ജം കിട്ടും. ആ ഊർജ്ജത്തിൽ നിന്ന് നമ്മൾ വെച്ച് നടന്ന് കയറുമ്പോൾ ഉണ്ടല്ലോ എല്ലാം നമുക്ക് പോസിറ്റീവായി മാറും. ചെറിയൊരു ആക്സിഡൻറ്റിൽ പെട്ടിട്ട് എൻ്റെ ഈ ഷോളെല്ലാം ഇറങ്ങിപ്പോയി. അപ്പം ഞാനിങ്ങനെ രാത്രി ഇങ്ങനെ ഭയങ്കര വേദന എടുത്തപ്പോൾ ഞാനിങ്ങനെ ഈശോനോട് ഇങ്ങനെ ചോദിച്ചു, ഇത് ഭയങ്കര വേദനയില്ലേ, സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഈശോ കാൽവരിക്കുന്നിൽ കുരിശിൽ ഈശോയുടെ തോളല് ഇരിക്കുന്ന പോലെയാണ് ആണി അടിച്ചത് അവർ. അത്രയും വലിയൊരു വേദന സഹിച്ച ഒരാളോട് നമ്മൾ നിസ്സാരമായ വേദന പറയുന്ന പോലെയല്ലേ. ഈശോ അനുഭവിച്ച നിന്ദനങ്ങൾ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന നിന്ദനങ്ങൾ ചെറുതല്ലേ. ഈശോയ്ക്ക് കിട്ടിയ പരിഹാസങ്ങളെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കിട്ടിയത് ചെറുതല്ലേ. ഈശോയ്ക്ക് കിട്ടിയ കളിയാക്കലുകൾ നോക്കുമ്പോൾ നമുക്ക് കിട്ടിയത് നിസ്സാരമല്ലേ. അപ്പോൾ അതിനോട് തുല്യനം ചെയ്യുമ്പോൾ നമുക്കൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഹാപ്പിയാണ്. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.